ഏറ്റവും കൂടുതൽ നമ്മൾ സാധന ചെയ്യേണ്ട സന്ദർഭങ്ങളെയാണ് നമ്മൾ ജ്യോതിഷത്തിലൊക്കെ മോശ സമയമായിട്ട് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചോളം വൃശ്ചിക മാസം വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ശരണവിളിയാണ്. കാരണം മണ്ഡലകാലം തുടങ്ങിക്കഴിയുന്ന അർത്ഥം. എന്തുകൊണ്ട് വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലം വന്നു? കേരളത്തിനെ സംബന്ധിച്ച് അത് പറയാൻ കാരണം പ്രത്യേകത ഉള്ള കാര്യം എന്ന് വെച്ചാൽ, വൃശ്ചികം എന്ന് പറയുന്നത് ജ്യോതിഷ പ്രകാരം അത് ചൊവ്വയുടെ രാശിയാണ്. ചൊവ്വ എന്ന് പറഞ്ഞാൽ ആഗ്നേയ ഗ്രഹമാണ്. ഈ ആഗ്നേയ ഗ്രഹം എന്ന് പറഞ്ഞാൽ എടുത്തിയാട്ടത്തിൻ്റെയും അപകടത്തിൻ്റെയും അതുപോലെ മുറിവ്, ചതവ്, അങ്ങനെ അതിൻ്റെ കാരകത്വം അതിന് ചൊവ്വയ്ക്കുള്ളത്. ചൊവ്വ എന്ന് പറഞ്ഞാൽ ദേവതയാണ് ഇതിനൊക്കെ നിമിത്തമായി തീരുന്നത്. അപ്പം ആ പൊതുവേ പറഞ്ഞാൽ നമുക്ക് ഈ സന്ദർഭത്തിൽ വൃശ്ചിക മാസം എന്ന് നമ്മൾ പറയുമ്പോൾ വൃശ്ചികത്തിൽ ആണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ നമുക്കറിയാം ഒരു ആഗ്നേയഗ്രഹമാണ്, നല്ല ചൂടുള്ള ഗ്രഹമാണ്. അതിനെ ക്രൂരഗ്രഹം എന്ന് പറയും. ക്രൂരഗ്രഹം എന്ന് പറയുന്നത് അത് കൂടുതൽ താപം നൽകുന്നുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ ഭൂമിയെ ഉണക്കി വരട്ടാനും അതിന് സാധിക്കും. അപ്പോൾ താപം കൂടുതൽ തരുന്നത് കൊണ്ട് അതിനെ ഒരു ക്രൂരഗ്രഹം എന്നാണ് നമുക്ക് പറയുന്നത്. നമ്മുടെ മനസ്സിനെ തവിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ക്രൂരഗ്രഹമായ സൂര്യൻ ആഗ്നേയഗ്രഹമായ ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്ന സമയമാണ്, ചൊവ്വയുടെ വീട്ടിൽ നിൽക്കുന്ന സമയമാണ് ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ കൂടുതൽ ക്രൗര്യം ഉണർന്നു വരുന്ന സമയമാണ്. കൂടുതൽ നമുക്ക് രജോ ഗുണങ്ങൾ നമ്മൾ വളർന്നു വരുന്ന സമയമാണ്. മറ്റുള്ളവരുടെ അടികൂടാനും വഴക്കൂടാനൊക്കെ ഉള്ള ഒരു പ്രവണത ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സന്ദർഭമാണ് ഈ വൃശ്ചിക മാസം. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മുടെ ആചാര്യന്മാർ എന്ത് പറഞ്ഞു, ഈ സമയം നിങ്ങൾ മാലയിട്ട് ഭഗവാനെ സ്മരിച്ച് വളരെ സാത്വികമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് അച്ചടക്കത്തോടു കൂടിയൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ആധ്യാത്മികമായിട്ട് നമുക്ക് വളരെ ഏറ്റവും പ്രത്യേക സന്ദർഭമാണ്. ഇങ്ങനത്തെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടാണ് നമ്മൾ ഈ കേരളത്തിൽ ഏറ്റവും അധികം മതസൗഹാർദ്ദം നിലനിന്നിരുന്ന ഒരു ഭൂപ്രദേശമായിട്ട് ലോകം മുഴുവൻ ഇന്ന് കേരളത്തിനെ വാഴ്ത്തുന്നുണ്ട്. ഇസ്രായേലൊക്കെ ഭാരതീയരെക്കുറിച്ച് വലിയ ബഹുമാനമാണ്, കേരളയെക്കുറിച്ച് വിശേഷിച്ച് ബഹുമാനമാണ്. അതിനൊക്കെ കാരണം എന്താണ്? ഭാരതത്തിൽ എല്ലാ കാലത്തും കേരളത്തിൽ വിശേഷിച്ചു എല്ലാ ആൾക്കാരെയും സ്വാഗതം ചെയ്ത് എല്ലാവരെയും നമുക്ക് സ്വന്തക്കാരായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നത് ഇത്തരത്തെ ആചാരങ്ങൾ കൊണ്ടാണ്. മനുഷ്യ മനസ്സ് ലോകത്തിൽ എല്ലായിടത്തും തുല്യമാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷേ ചില ആചാരങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ അതിനെ വേണ്ട സമയത്ത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചിരുന്നത് ഇങ്ങനെയുള്ള ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ള അമൂല്യങ്ങളായ ചില സംസ്കാരങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതേപോലെ ഈ കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമുള്ളതല്ല. ഇത് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നു. ഇങ്ങനെ വരാൻ പോകുന്ന സമയങ്ങൾ നമുക്ക് കുറച്ച് മോശമായിരിക്കാം. പോരെങ്കിൽ ശനി ഗ്രഹം ഇപ്പോൾ വൃശ്ചിക രാശിയിലേക്ക് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അത് ഒരു വക്രഗതി എന്ന് പറയും. വക്രഗതി എന്ന് പറയുമ്പോൾ ശനിക്ക് പൊതുവേ ഒരു പാപഗ്രഹമായിട്ടാണ് ശനിയെ പറയുന്നത്. ആ പാപഗ്രഹത്തിന് വക്രഗതി വരുമ്പോൾ അതിൻ്റെ പാപത്വം കൂടുതൽ വർദ്ധിക്കുമെന്ന് പറയും. അപ്പോൾ ആ ശനിയുടെ വക്രഗതിയും ഈ കാളസർപ്പയോഗം കൂടി ഒന്നിച്ച് വരുന്ന സമയതുകൊണ്ടും കൂടി ഈ വരുന്ന ദിവസങ്ങൾ നമുക്ക് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് എന്താ ചെയ്യാൻ പറ്റും, നമുക്കെന്ത് ചെയ്യാൻ പറ്റും, അതാണല്ലോ നമുക്ക് ഏറ്റവും അറിയേണ്ടത്. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനൊരു സന്ദർഭം വരും എന്നറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? ഈശ്വരനോട് ചേർന്ന് നിൽക്കുക, ഈശ്വരനെ ആശ്രയിക്കുക. കാരണം എപ്പോഴും ഒരു സംഘടന നടക്കുന്നത് ഈ ദൈവിക ശക്തിയും ആസുരീയ ശക്തിയും തമ്മിലാണ്, സ്വാർത്ഥതയും നിസ്വാർത്ഥതയും തമ്മിലാണ്. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ ഈശ്വര ശക്തിയെ, ഗുരുവിനെ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ 9 ദിവസം നവരാത്രി കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും സാധന കൃത്യമായിട്ട് അനുഷ്ഠിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടായാൽ മതിയാവുള്ളൂ. ഒരു കർമ്മം നിഷ്ഫലമായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഒരു കർമ്മം ചെയ്താൽ ഫലം ഉണ്ടായേ മതിയാവുള്ളൂ. ഈ തപസ് ചെയ്യുന്ന ഒരാൾ രാവണനാണെങ്കിലും ശരി, രാക്ഷസനാണെങ്കിലും ശരി, അസുരനാണെങ്കിലും ശരി, ഫലം കൊടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ബ്രഹ്മാവും ശിവനും ഒക്കെ വരം കൊടുക്കുന്നത്. ഇപ്പോൾ ഭസ്മാസുരൻ തപസ് ചെയ്യുമ്പോൾ തന്നെ ശിവൻ അറിയാം, ഇവൻ എനിക്ക് പണി ഉണ്ടാക്കാൻ തന്നെയാണ് തപസ് ചെയ്യുന്നതെന്ന് അറിയാം. വരം കൊടുക്കുമ്പോഴും ശിവൻ അറിയാം, ഇവൻ എൻ്റെ തലയ്ക്ക് ചൂണ്ടാൻ പോവുകയാണെന്നറിയാം. എന്നാലും കൊടുത്തേ പറ്റുള്ളൂ. കാരണം കർമ്മം ചെയ്താൽ ഫലം കിട്ടിയേ മതിയാവുള്ളൂ. ദൃഷ്ടഫലം തീർച്ചയായിട്ടും കിട്ടണം. എന്ത് ഉദ്ദേശിച്ചാണോ ആ അസുരൻ വരം തപസ് ചെയ്തത്, ആ വരം നേടിയെടുത്തു അയാൾ, അതാണ് എൻ്റെ ദൃഷ്ടഫലം. താൻ ആഗ്രഹിച്ചത് ഭസ്മാസുരൻ ആഗ്രഹിച്ചത് അത് നേടിയെടുത്തു. പക്ഷേ അതിനൊരു അദൃഷ്ടഫലം ഉണ്ടായിരുന്നു, അത് അസുരന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആ അദൃഷ്ടഫലമാണ് സ്വന്തം നാശത്തിന് ഇടയാക്കിയത്, സ്വയം നശിക്കാൻ ഇടയാക്കിയത്. അപ്പോൾ ദൃഷ്ടഫലം നമുക്ക് എപ്പോഴും അറിയാം. നമുക്കൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ദൃഷ്ടഫലം ഇന്നതാണെന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ കർമ്മം ചെയ്യുന്നത്. എപ്പോഴും കർമ്മം ആരംഭിക്കുന്നത് ഇന്ന ഫലം കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്.
അതാണ് എൻ്റെ ദുഷ്ടഫലം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിന് അജ്ഞാതമായിട്ടുള്ള അദൃഷ്ടഫലം ഉണ്ട് അവിടെ, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടത്. ആ അദൃഷ്ടഫലം കൂടിയാണ് കർമ്മത്തിൻ്റെ ഫലം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയെ പറഞ്ഞിരിക്കുന്നത് കർമ്മത്തിന് മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, ഫലത്തിൽ അധികാരമില്ല എന്ന് പറയുന്നത്. അധികാരം എന്നുള്ളതിൻ്റെ അർത്ഥം നിയന്ത്രണം ഇല്ല എന്നാണ്. അധികാരത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താ? നിയന്ത്രണം എന്നാണ്. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അധികാരത്തിലേറി എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനമന്ത്രിക്ക് നമ്മുടെ പുറത്ത് കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ശക്തി ലഭിച്ചു എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതേപോലെ കർമ്മഫലത്തിൽ നിനക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ കർമ്മഫലം നീ അനുഭവിക്കേണ്ട, നീ വേല ചെയ്തോ കൂലി നിനക്ക് കിട്ടൂല എന്നല്ല അതിനർത്ഥം. നീ വേല ചെയ്യേ, നിനക്ക് കിട്ടാവുന്ന കൂലി നീ ചോദിച്ച് വാങ്ങിച്ചോ, അത് നിനക്ക് ദൃഷ്ടഫലമാണ്, അത് നിനക്ക് കിട്ടും. നിനക്ക് നേടാൻ പറ്റുന്ന കൂലി നീ വാങ്ങിച്ചോ, അതൊക്കെ നീ കിട്ടേണ്ടതാണ്, അതൊക്കെ നിനക്ക് അർഹതപ്പെട്ടാണ് ശരി. പക്ഷേ ഇതിൻ്റെ കൂടെയുള്ള അദൃഷ്ടഫലം നീ കണ്ടോ? ഇല്ല. അദൃഷ്ടഫലം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഒരിക്കലും കർമ്മഫലം ഇങ്ങനെ ആയിരിക്കും എന്ന് പൂർണ്ണമായിട്ടും ആർക്കും പറയാൻ പറ്റാത്തത്. കാരണം പ്രകൃതിയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും പ്രകൃതിയെ മുഴുവൻ പ്രതിഫലിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണദോഷങ്ങളെല്ലാം പ്രകൃതി മുഴുവൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫലങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ആ തിരിച്ചു വരവ് എങ്ങനെയാണെന്നുള്ളത് ഈശ്വരന് മാത്രമേ അറിയത്തുള്ളൂ, നമുക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഒരു ഈശ്വരനെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നത്. ഈ കർമ്മഫലം എപ്പോഴെങ്ങനെ നമുക്ക് കിട്ടുന്നു എന്ന് പറയാൻ ഒരു മനുഷ്യബുദ്ധി കൊണ്ട് സാധ്യമല്ലാത്തതുകൊണ്ടാണ്, സാധ്യമല്ലെന്ന് യുക്തിവാദം തന്നെ സമ്മതിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു ഈശ്വരനെ നമ്മുടെ ഈ തത്വശാസ്ത്രത്തിനകത്ത് കൊണ്ടുവന്നേ മതിയാവൂ എന്നുള്ള അവസ്ഥ ഉണ്ടായത്. അങ്ങനെ കർമ്മഫല ദാതാവ്, അത് ഈശ്വരനെ പേര് വിളിച്ചോ മാറ്റുന്ന പേര് വിളിച്ചോ കുഴപ്പമില്ല. കർമ്മം എന്ന് സ്വയം വിളിച്ചാലും കുഴപ്പമില്ല, കർമ്മം തന്നെയാണ് ഫലം തരുന്നതെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഒരു ശക്തിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ശക്തി ഈ ഫലം എപ്പോഴെങ്ങനെ തരുന്നെന്ന് നിർണ്ണയിക്കുന്ന ശക്തി ഉണ്ട്. ആ ശക്തി നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നു, എളുപ്പത്തിന് വേണ്ടിയില്ല ഈശ്വരൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ശക്തി ഉള്ളത് കൊണ്ട് ആ ശക്തിയെ ആശ്രയിച്ച് നിൽക്കുക, ആ ശക്തിക്ക് അനുകൂലമായിട്ട് നിൽക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ ഉപാസനകളും എല്ലാ സാധനങ്ങളുടെയും ലക്ഷ്യം ആ ഈശ്വര ശക്തിയുടെ ആനുകൂല്യം നേടുക എന്നുള്ളതാണ്. നമ്മളെ ആ ഈശ്വര ശക്തിക്ക് അധീനമാക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഈശ്വര ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഭിന്നമായെന്നല്ല, ഈ പ്രപഞ്ചം തന്നെയാണ് ഈശ്വര സ്വരൂപം. അപ്പോൾ ഈശ്വര ശക്തിക്ക് അനുകൂലമായി നിൽക്കുക, അല്ലെങ്കിൽ ഭഗവാനെ ഉപാസന ചെയ്യുക, ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിലുള്ള മറ്റ് ജീവജാലങ്ങളെ, മറ്റ് മനുഷ്യരെ, അവരെയൊക്കെ പ്രസാദിപ്പിക്കുക, അവരെയൊക്കെ സന്തോഷിപ്പിക്കുക, അവർക്ക് നല്ല കാര്യങ്ങൾ, അവർക്ക് ശാന്തി സമ്മാനം കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് തന്നെയാണ് യഥാർത്ഥമുള്ള ഈശ്വര പൂജ എന്ന് പറഞ്ഞാൽ. ആ പൂജയുടെ തത്വം അതാണ്. നമ്മൾ ഫലത്തിൽ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പൂജ ചെയ്യുന്നു, ആ പൂജ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ആ പൂജ ചെയ്യുന്ന മറ്റ് ചടങ്ങുകളൊക്കെ ഇരിക്കട്ടെ, അതിൽ ചൊല്ലുന്ന മന്ത്രങ്ങളും മറ്റ് ക്രിയകളൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഫലം എന്താണ്? നമ്മൾ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലം എന്താണ്? നമുക്ക് കിട്ടുന്ന പ്രസാദമാണ്.